ഇതിനു മുമ്പ് എത്ര കേസ് ഇ ഡി എടുത്തേക്കണം? ആ കേസൊക്കെ എവിടെ എത്തി? കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി? ലൈഫ് മിഷൻ കൊലക്കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി? ഇ ഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പെരുവഴിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത്, ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി. പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ. ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത്. നമസ്കാരം. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻഫോഴ്സ്മെന്റ് ഇങ്ങനെ കേസുകളൊക്കെ എടുക്കും, അതൊക്കെ തന്ത്രങ്ങളാണ്, അപ്പച്ചൻ്റെ ഒരു തമാശ എന്ന് കരുതിയാൽ മതി എന്നുള്ള പോലെയാണ് ഈ എൻഫോഴ്സ്മെന്റ്. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ AC മൊയ്തീൻ്റെ വീടടക്കം റെയ്ഡ് ചെയ്തു. എന്നിട്ട് എന്തായി? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. MK കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് കുറേ ഡോക്യുമെൻ്റ് വിളിച്ചു വരുത്തി, പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അപ്പം അതിനുശേഷം EP ജയരാജനുമായി ബന്ധപ്പെട്ട കുറേ രേഖകൾ കിട്ടി, എന്നിട്ട് എന്തെങ്കിലും ചെയ്തു. മന്ത്രി രാജീവ് കരുവന്നൂർ ബാങ്കുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ കണ്ടെത്തി, എന്നിട്ട് എന്തെങ്കിലും ചെയ്തു. ഇതേപോലെ തന്നെ അരവിന്ദാക്ഷൻ കൃത്യമായി മൊഴി കൊടുത്തിരിക്കുന്നു, ഇതിൽ AC മൊയ്തീനാണ് മുഖ്യപ്രതി എന്നും MK കണ്ണനും ബന്ധമുണ്ടെന്നും അതേപോലെ EP ജയരാജനും പിണറായി വിജയനടക്കം ബന്ധമുണ്ടെന്നും വിദേശത്തടക്കം ഫണ്ട് എത്തിയിട്ടുണ്ടെന്നും ഉള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ചെയ്തു? ഇല്ല. ഇതേപോലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് വീണ വിജയനെതിരെ കേസെടുത്തിരിക്കുന്നത്. വീണ വിജയനെതിരെ കേസെടുത്തെന്ന് പറഞ്ഞാൽ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുക. അതിൽ പിണറായി വിജയനും പ്രതിയാണ്. പക്ഷേ ഒരു വസ്തുവും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? പിണറായി വിജയനെ അത്രയ്ക്കും അവർ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചില്ലെങ്കിൽ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള സമ്മർദ്ദം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് കേസെടുത്തിരിക്കുന്നത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സത്യമല്ലേ? കഴിഞ്ഞ കുറേ കാലമായി സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അവസാനം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്നിങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. ലാവ്ലിൻ കേസ് 6.5 കൊല്ലമായി ഡൽഹിയിൽ. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല എന്ന്. ശരിക്കും 2 ദിവസം കൊണ്ട് തീർക്കേണ്ട കേസാണ്. 6.5 കൊല്ലം കഴിഞ്ഞു. 6.5 കൊല്ലമായി പിണറായി വിജയൻ ഭരിക്കുകയാണ്. അപ്പം ഈ വി ഡി സതീശൻ പറഞ്ഞത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അതായത് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിൽ 6 സ്ഥലങ്ങളിൽ BJPയെ വിജയിപ്പിക്കുക, അതേപോലെ പത്മജ വേണുഗോപാലിനെ അടക്കമുള്ള അങ്ങനെയുള്ള ആളുകളെയെല്ലാം സമ്മർദ്ദത്തിലാക്കി BJPയിൽ എത്തിക്കുക, ഇതുപോലെ നമ്മുടെ ചിറ്റപ്പനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ള എല്ലാ തന്ത്രങ്ങളാണ് ചെയ്യുന്നത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം ചിറ്റപ്പൻ്റെ കമ്പനീനെ വാങ്ങിക്കൂട്ടി. എന്തായിരുന്നു? എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് അദ്ദേഹവുമായിട്ടുള്ള ധാരണ. അതോടെ കേസും കഴിഞ്ഞു, ഒന്നുമില്ല എപ്പോഴും. അതേപോലെയാണ് ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ കേസെടുത്തിരിക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞതിൽ സത്യമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ED കേസെടുത്തു, അന്വേഷണം തുടങ്ങിയെന്ന് പറഞ്ഞൊരു പുതിയ വിവരം വന്നിട്ടുണ്ട്. അതൊക്കെ വെറും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. ഇതിനു മുമ്പ് എത്ര കേസ് ഇ ഡി എടുത്തേക്കണം? ആ കേസൊക്കെ എവിടെ എത്തി? കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി? ലൈഫ് മിഷൻ കൊലക്കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി? ഇ ഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പെരുവഴിയിലാണ്. എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ്. പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത്, ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി. പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ. ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത്, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ്. അവരുടെ അന്വേഷണ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 മാസത്തേക്കാണ് ഇത് അന്വേഷണ പരിധി വെച്ചിരിക്കുന്നത്. അതായത് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അതാണ് മേജർ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്. ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല. കേരള ഹൈക്കോടതിയിൽ പോയി, കർണാടക ഹൈക്കോടതിയിൽ പോയി,
2 കോടതികളും പറഞ്ഞത് ഇത് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്നിട്ടൊരു നോട്ടീസ് കൊടുത്തോ? SFIO കൊടുത്തിട്ടില്ല, കൊടുക്കില്ല. 8 മാസത്തെ പരിധി എന്തിനാ ഈ കേസ് അന്വേഷിക്കാൻ? 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ, അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ രൂപീകൃതമായ ഇൻകം ടാക്സ് ട്രിബ്യൂണലും അതുപോലെ ഇൻട്രീം ബോർഡും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസും അവർ അന്വേഷണം നടത്തി ഫൈൻഡിങ് ഉള്ള കേസാണ്. എന്താണ് ഫൈൻഡിങ്? നിയമവിരുദ്ധമായി ഇടപാട് നടത്തിയെന്നാണ്. ഇടപാട് നടത്തിയെന്നാണ് 2 ഏജൻസിയുടെയും ഫൈൻഡിങ് ആണ്. അവിടെ ഞങ്ങൾ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ്, അതായത് ഒരു സേവനവും നടത്താതെ ഇവരുടെ അക്കൗണ്ടിലേക്ക്, ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. അതാണ് മണി ലോണ്ടറിങ്. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽപ്പെടും. അതിൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പിതാവ് ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് മകളുടെ കമ്പനിയിലേക്ക് ഈ പണം വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടും. ഈ 2ൻ്റെ അകത്ത് എവിടെയെങ്കിലും കേസെടുത്തോ? ഒരു കേസ് കൊടുത്തിട്ടില്ല. EDയുടെ ഇതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ചാൽ ED കേസെടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ച് ED കേസെടുക്കും. EDയുടെ ഒരു കേസും കേരളത്തിലെത്തുമ്പോൾ EDയുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. ഇപ്പം ഞാൻ എന്ത് കാര്യം, EDയുടെ പരിധിയിൽ എത്ര കേസ് ഇവിടെ ഉണ്ടായി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായി, ലൈഫ് മിഷൻ ഉണ്ടായി, കരുവന്നൂർ അന്വേഷണം ഉണ്ടായി. എവിടെ എത്തി നിൽക്കുന്നു അന്വേഷണം? എവിടെ എത്തി? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറം കത്തി, കൊടുവാള് ഇപ്പം ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് എത്ര അന്വേഷണം നടന്നു. ആ അന്വേഷണമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി. ഇതിപ്പോഴും നടക്കുന്നത്, ഇതിപ്പോൾ ഞങ്ങൾ തമ്മിൽ പോരിലാണ് എന്നിവർ കാണിക്കാൻ വേണ്ടിയാണ്. ഇവർ തമ്മിൽ ബാന്ധവത്തിലാണ്, ഇവർ തമ്മിൽ എല്ലാ സ്ഥലത്തും അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇവർ BJPയും CPMഉം ബിസിനസ് നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. അന്വേഷണം നടന്നാൽ നല്ല കാര്യം, അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഇതെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സേഫാണ്, ഒന്നും തൊടാൻ പോകുന്നില്ല, ഇവരാരും തൊടാൻ പോകുന്നില്ല. ഇത്രയും നാളായിട്ട് ഒരു നോട്ടീസ് പോലും. ഈ മാസപ്പടി വിവാദം പുറത്തു വന്നിട്ട് എത്ര നാളായി? ഞങ്ങളാരും ഉന്നയിച്ച ആരോപണം അല്ലല്ലോ. ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ, രണ്ടാമതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, അവരാണ് ഇത് കണ്ടുപിടിച്ച് തെളിവുകൾ സഹിതം പറഞ്ഞത്. എന്നിട്ട് ഒരു ഏജൻസി ഒരു നോട്ടീസ് പോലും അവർക്ക് കൊടുത്തില്ലല്ലോ. കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനും കൊടുത്തിട്ടില്ല, മകൾക്കും കൊടുത്തിട്ടില്ല, 2 പേർക്കും കൊടുത്തിട്ടില്ല ഒരു നോട്ടീസ് പോലും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലാത്ത കമ്പനിക്കും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരിലെത്തില്ല, ഒരു അന്വേഷണം ഇവരിലെത്തില്ല. കാരണം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാർ ഡൽഹിയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എത്ര നാളായി? ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ പ്രേമലേഖനം അയക്കലൊന്നും ഇല്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാ. ഐസക്കിന് എത്ര പ്രാവശ്യമായി നോട്ടീസ് അയക്കണത്? കോടതി പറഞ്ഞു, ഐസക്കിനോട് പറഞ്ഞു, കോടതി പോയി ഹാജരാകും, നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല. എന്നിട്ട് എന്താ പോവാത്തത്? എന്താണ്? ഡൽഹി മുഖ്യമന്ത്രിയോട് അത് കാണിച്ചില്ലല്ലോ. ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളോട് ഇവർ ഈ ഔദാര്യം കാണിച്ചോ? എങ്ങനെയാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ വീട്ടിൽ കയറി ED അറസ്റ്റ് ചെയ്ത് മതിലിയാടി കയറിയത്? മുൻ ധനകാര്യമന്ത്രിയും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു P. ചിദംബരം. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ സ്ഥാനത്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലിയാടി കിടന്നാണ് ED P. ചിദംബരത്തിനെ, കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അദ്ദേഹം പണ്ട് അമിത്ഷായെ ജയിലിലാക്കിയിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അമിത്ഷാ കിടന്നതിനേക്കാൾ ഒരു ദിവസം കൂടുതൽ അദ്ദേഹത്തെ ജയിലിൽ കിടത്തി. ആ ആവേശമൊന്നും കേരളത്തിൽ DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി, അവരോടൊക്കെ ED കാണിച്ചത് എന്താ? കേജ്രിവാളിനോട് കാണിക്കുന്നത് എന്താ? അതൊന്നും അല്ലല്ലോ ഇവിടെ ഈ പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ കേസിൽ, മാസപ്പടി കേസിൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല, ഒരു നോട്ടീസ് പോലും ഉണ്ടായിട്ടില്ല. എത്രയോ നാളായി ഈ സംഭവം നടന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം, കേരളത്തിലെ CPMഉം സംഘപരിവാർ നേതൃത്വവും തമ്മിൽ അവിഹിതമായൊരു ബാന്ധവമുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കി. SNC ലാവ്ലിൻ കേസ് 38 പ്രാവശ്യം മാറ്റിവെച്ചത്, കരുവന്നൂർ ED അന്വേഷണം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴ കേസ്, സുരേന്ദ്രൻ്റെ കുഴൽപ്പണ കേസ്, ഇതെല്ലാം ഞങ്ങൾ തെളിവായി ഉയർത്തിക്കൊണ്ടുവന്നു. ഏറ്റവും അവസാനം LDF കൺവീനർ തന്നെ വന്ന് BJPയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രഭാഷണവും നടത്തി. അപ്പോൾ എല്ലാം വ്യക്തമായി. പിന്നെ അവർ തമ്മിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവർ രണ്ടുപേരും സമ്മതിച്ചു. ഈ അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ
അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ നമ്പറാണ്. അതിന്റെ അപ്പുറത്തോട്ട് ഇതൊന്നും നടക്കില്ല. ഈ അന്തർധാര സജീവമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്തർധാരയൊക്കെ പോയി. അന്തർധാര രഹസ്യമാണ്. അന്തർധാര ഇപ്പൊ രഹസ്യമല്ല, പരസ്യമായിട്ടാണ്. ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പാണ്. ഒരുമിച്ച് ഞങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചില്ല, മുഖ്യമന്ത്രി മിണ്ടൂലല്ലോ ഇതൊന്നും. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSS നേതാക്കളും മുഖ്യമന്ത്രിയും തമ്മിൽ ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ നേതാവിൻ്റെ മധ്യസ്ഥതയിൽ എന്ത് ചർച്ചയാണ് നടത്തിയത്? ചോദ്യം മിണ്ടിയിട്ടില്ല ഇതുവരെ. ശ്രീ എമ്മിന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ 4 ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തു. എന്തിനാണ്? ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ശ്രീ എം തിരുവനന്തപുരത്ത് എത്തി വീണ്ടും ഈ ചർച്ചകൾ നടത്തി. അപ്പോൾ കേരളത്തിൽ RSS BJPയും CPMഉം തമ്മിലുള്ള ഈ ബാന്ധവത്തിനുള്ള ഇടനിലക്കാർ ധാരാളമുണ്ട്. കേന്ദ്രമന്ത്രി V മുരളീധരൻ ഒരു ഇടനിലക്കാരനാണ്. അങ്ങനെ ധാരാളം ഇടനിലക്കാരുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഡൽഹിയിലേക്ക് പോയ കുറേ ഇടനിലക്കാരുണ്ട്. ആ ഇടനിലക്കാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. EP ജയരാജൻ പാവമായതുകൊണ്ട് ഉള്ളിലുള്ളത് അറിയാതെ പുറത്തേക്ക് പറഞ്ഞു പോയതാണ്. ഈ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ഉദ്യോഗസ്ഥർ മാത്രമാണോ? ഉദ്യോഗസ്ഥരല്ല, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് CBI അന്വേഷണം മനഃപൂർവ്വമായി വൈകിപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം ഈ അന്ന് ഭയന്നിട്ടാണ് CBI അന്വേഷണം ഇട്ടത്. പ്രതിപക്ഷത്തിൻ്റെ സമരം നടക്കുന്നു, എലക്ഷൻ തുടങ്ങി. അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അതായത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അകത്ത് ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും CBI അന്വേഷണത്തിൻ്റെ ഉത്തരവാണ്. അച്ഛൻ വന്ന് കണ്ടതിന് ശേഷം ഉണ്ടാക്കിയതല്ലത്, നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഉത്തരവ്. അത്ര സ്പീഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അന്വേഷണം എവിടെ കൊണ്ടുവച്ചു? ഇതിന്റെ നടപടിക്രമങ്ങൾ എവിടെ കൊണ്ടുവച്ചു? ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥർ മാത്രമാണോ കുഴപ്പം? സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരവധി പ്രാവശ്യം വിളിച്ചു. അവഗണനയോടുകൂടിയ മറുപടിയാണ്. പോയി ആഭ്യന്തര വകുപ്പിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. ഇത് ആഭ്യന്തരമന്ത്രിയുടെ കൂടി ഓഫീസാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ പോയി അന്വേഷിക്കണം. ആ പാവം ഇവിടെ പോയി അന്വേഷിക്കാനാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് ഇത് എന്തായി എന്ന് അന്വേഷിച്ചൊരു ഫോൺ കോൾ പോലും പോയിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ അത് മനഃപൂർവ്വം CBI അന്വേഷണം വൈകിപ്പിച്ച് ഇവിടെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. അത് പുറത്തു വന്നു. അദ്ദേഹം ഞങ്ങളെല്ലാവരെയും കണ്ടു, സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ പങ്കുവച്ചു. കേരളം അത് ഏറ്റെടുത്തു. അപ്പോഴാണ് 3 ഉദ്യോഗസ്ഥരെ അവരാണോ മനഃപൂർവ്വം വൈകിപ്പിച്ചത്? അവരെങ്ങനെ വൈകിപ്പിക്കും? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ ഉപജാപകത്തിന്റെ മുഴുവൻ കേന്ദ്രം. അവിടെ ഒരു ഉപജാപക സംഘമുണ്ട്. അവരാണ് ഇതെല്ലാം ചെയ്തത്.